യെസ് യുവർ ഓണർ. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് കോടതി ആപ്തവാക്യം. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തതാണ്, കൈകൊണ്ട് പോലും ഒരാളെ കണ്ണുകൊണ്ട് പോലും നോക്കി അദ്ദേഹത്തെ വിഷമിപ്പിക്കാത്തതാണ് എന്റെ കക്ഷി. അങ്ങനെയുള്ള എന്റെ കക്ഷി പ്രതിയാണെന്നാണ് എതിർഭാഗം വക്കീൽ പറയുന്നത്. താങ്കൾ ഇപ്പോൾ പ്രതിയാണെന്ന് എതിർഭാഗം വക്കീൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടോ, തന്റെ പേര് പ്രദീപ്, താനിപ്പോ ഈ കേസിൽ പ്രതിയാണ്. തന്റെ നിരപരാധിത്വം തെളിയിക്കാനാണ് തനിക്ക് വേണ്ടി ഞാൻ വാദിക്കുന്നത്. അതാദ്യം താൻ മനസ്സിലാക്ക്. യുവർ ഓണർ, എന്റെ പ്രതി എന്ന് പറയുന്ന ഇദ്ദേഹം എന്റെ കക്ഷി നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കോടതി എന്നെ അനുവദിച്ചാൽ. എത്ര മണിക്കാണ് നടന്നത്? സാധാരണ 5 മണിക്കാണ് നടക്കാൻ പോകുന്നത്. താൻ നടക്കണത് 5, 4, 6, 11 എണീറ്റോ എപ്പോഴെങ്കിലും നടക്കുക. തന്റെ ആരോഗ്യത്തിന് കൊള്ളാം. ഞാൻ ചോദിക്കുന്നത്, ഈ കർമ്മം നടന്നത്, ഈ കൃത്യം നടന്നത് എത്ര മണിക്കാണ്? ഒന്ന് വിശദമായിട്ട് വിവരിച്ചു പറഞ്ഞാൽ. വിശദമായിട്ട് വിവരിച്ചു പറയണമെങ്കിൽ അത് കോടതിക്ക് ബോധ്യപ്പെടുകയുള്ളൂ. തന്റെ നിരപരാധിത്വം താൻ വ്യക്തമാക്കണ്ടേ? പറയും. നേരം പരപരാ വെളുത്തു, കിഴക്ക് വെള്ളകീറി, കിളികൾ ചിലച്ചു, കാക്ക കരഞ്ഞു. കഥാപ്രസംഗവും മിമിക്രിയും കാണിക്കാൻ ഇത് കലോത്സവ വേദിയല്ല, കോടതിയാണ്. എത്ര വെട്ട് കിട്ടി? ഞാൻ ഒരു ഒറ്റ വെട്ട് വെട്ടുള്ളൂ സാർ. എന്നിട്ട് എന്ത് ചെയ്തു താൻ? ഞാൻ പീസാക്കി ചാക്കിനകത്താക്കി സാർ. പീസാക്കി ചാക്കിനകത്താക്കിയ സാധനം തമ്മിൽ എന്ത് ചെയ്തു? കുഴിച്ചിട്ടോ അല്ലെങ്കിൽ കൊണ്ടേ കളഞ്ഞു? സാർ, ആരും കാണാതെ ഞാൻ വലിച്ചു കൊണ്ടുപോയിട്ടെ എന്റെ വീടിന്റെ കട്ടിലിനടിയിൽ പഴിപ്പിക്കാൻ വെച്ചു. അപ്പൊ ഇയാൾ എന്താണ് വെട്ടിയത്? വാഴക്കൊല. അപ്പൊ മറ്റേ കൊലയിൽ നിന്ന് നമ്മൾ വാഴക്കൊലയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നു. ഇതാണ് നമ്മുടെ ബുദ്ധി. അതിനുള്ളൊരു ത്രാണിയും ഒരു പവറും നമുക്കുണ്ടാണ്. അതിനാണ് ബുദ്ധി സാമർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ വന്ന് കിട്ടുമ്പോൾ നമ്മുടെ കസ്റ്റമറാണ്. അവരെ രക്ഷപ്പെടുത്തുകയാണ് നമ്മുടെ ധർമ്മം. കേൾക്കുന്നുണ്ടല്ലോ? നമ്മൾ ഇങ്ങനെ റൂട്ടിലേക്ക് നമ്മൾ സാധനം എത്തി. കേട്ടോ, ഇത് മറ്റേ കൊലപാതക കേസല്ല, വാഴക്കൊല കേസാണ്. തനിക്ക് പേടി തോന്നണ്ട. താൻ ധൈര്യമായിട്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ട് പോയിക്കോ. ആ സമയത്താണ് യേശു ഓണർ വിളിക്കേണ്ടത്. പിന്നെ എതിർ കക്ഷി വക്കീൽ എണീക്കുന്ന സമയത്ത് ഒബ്ജക്ഷൻ യുവർ ഓണർ, ആ ശബ്ദത്തിൽ തന്നെ അയാൾ ഇരുന്നു. അത്തരം കാര്യങ്ങൾ മാത്രമേ. പിന്നെ പോണ സമയത്ത് അമ്പലത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. ഗണപതി ഹോമം കഴിച്ചിട്ടില്ല. തന്റെ ആദ്യത്തെ കോടതിയിലുള്ള ആദ്യത്തെ കേസാണ്. പിന്നെ ഒരു നാളികേരം ഉടച്ചേക്ക്. ശത്രുസംഹാര പുഷ്പാഞ്ജലിയും കഴിച്ചേക്ക്. ശത്രുക്കളെ കൊണ്ടുള്ള ആ വിഘ്നങ്ങളൊക്കെ അങ്ങോട്ട് മാറിക്കോട്ടെ. പിന്നെ 2 500 നോട്ട് തലക്കെടുത്ത് ഇങ്ങനെ ഒഴിഞ്ഞതിന് ശേഷം അമ്പലത്തിലിടണ്ട, എന്റെ മേശവലിപ്പിൽ ഇട്ടിട്ട് താൻ ധൈര്യമായിട്ട് പോയിക്കോ. കേട്ടാ ഒരു അത്യാവശ്യ കേസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ജൂനിയർ ഇന്ന് കേസ് വാദിക്കാൻ പോവുകയാണ്. അപ്പൊ അവന് ചില ലോ പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ നിന്നാ. ഞാൻ കേട്ടായിരുന്നു. അവനിഞ്ഞ് ബാധിച്ച് പ്രതിയാകുമോ, ഇനി അവന്റെ കേസ് ഞാൻ ബാധിക്കുമോ എന്നാണ് ഇനി എന്റെ പേടി. ആ കാര്യങ്ങൾ പറയൂ സാറേ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം, ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ട് 5 വർഷം. 5 വർഷം. ഈ 5 വർഷമായിട്ട് അവൾ എന്നോട് മിണ്ടില്ല. ഭാര്യ മിണ്ടുന്നില്ല, ഞാനും അങ്ങോട്ട് മിണ്ടില്ല. എടോ, ഇന്നത്തെ കാലത്ത് ഭർത്താവിനോട് മിണ്ടാത്ത ഒരു ഭാര്യനെ കിട്ടുക എന്ന് പറയുന്നത് വളരെ പുണ്യം ചെയ്യണം. താൻ ആ പുറത്ത് നിൽക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കി. മിണ്ടുന്ന ഭാര്യമാരുടെ ഭർത്താക്കന്മാരാ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ താൻ പുണ്യം ചെയ്ത മനുഷ്യനല്ലേ? അല്ല സാറേ, എനിക്ക് അങ്ങനെ മിണ്ടാത്ത ഭാര്യനെ ആവശ്യമില്ല. പിന്നെ എനിക്ക് മിണ്ടണ ഭാര്യനെ മതി. അപ്പൊ ഇതിനെ ഒഴിവാക്കണം. എനിക്ക് ഒഴിവാക്കണ ഡിവോഴ്സ് വേണം സാറേ. ഡിവോഴ്സ് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡിവോഴ്സ് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട കേസെന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ പോകില്ല. അതിന് ചെലവിന് കൊടുക്കേണ്ടി വരും. അത് ആ ഭാര്യ മരിക്കുന്നത് വരെ നമ്മൾ ചെലവിന് കൊടുക്കേണ്ടി വരും. എത്ര കൊടുക്കേണ്ടി വരും? അതൊരു 5 മിനിമം കൊടുക്കേണ്ടി വരും. കൊടുക്കാം. അപ്പൊ അത് എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കൊടുത്തോളാം. എന്താണ് ഈ നിങ്ങൾ തമ്മിൽ മിണ്ടാത്തതിന്റെ കാര്യം എന്താ? അതായത് സാറേ, അത് മാന്യന്മാരുടെ മുഖത്ത് നോക്കി എങ്ങനെ പറയുന്നു? താൻ ധൈര്യമായിട്ട് എന്റെ മുഖത്ത് നോക്കി പറ. താൻ പറ, എന്താ കാര്യം? എന്താ? മൂത്രമാണ് സാറേ വിഷയം. സാറേ, അതെ, എനിക്ക് ഈ ഉറങ്ങുമ്പോൾ പേടിക്കണ സ്വപ്നം കാണും. ഞാൻ ഇപ്പോൾ ഭയപ്പെടുത്തും. അങ്ങനത്തെ സ്വപ്നങ്ങളാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഈ സ്വപ്നം കാണുന്ന സമയത്ത് ഞാൻ മൂത്രമൊഴിച്ചു ബെഡേ കിടന്ന്. നമ്മള് പേടിക്കണ സ്വപ്നമല്ല സാറേ. കാള പോലെ ഇത്രയും വളർന്ന് വലുതായിട്ടും ഇത്രയും പ്രായമായിട്ടും ബെഡേ കിടന്ന് മൂത്രമൊഴിക്കാന്ന് പറഞ്ഞാൽ ഏത് ഭാര്യ സഹിക്കോളൂ? ഇതൊരു സിമ്പിൾ കേസായത്, നമുക്ക് തന്നെ ഒഴിവാക്കാവുന്നേ ഉള്ളൂ. ഈ മൂത്രമൊഴിക്കണ കേസിൽ താൻ സ്നഗ്ഗി ഉപയോഗിച്ചാൽ മതി. ഞാൻ എൻ്റെ ഡൈവേഴ്സ് കേസ് അങ്ങനെയല്ലേ ഒഴിവാക്കിയത്? സ്നഗ്ഗി ഉപയോഗിച്ചാൽ മതി. സ്നഗ്ഗിയില്ലേ, അത് ഉപയോഗിച്ചാൽ മതി. ഇരിക്ക്, പറഞ്ഞു തരാം. താൻ ഇരിക്കുന്നു. പോകല്ലടോ, ഇരിക്കടോ. ഞാൻ പോയിട്ട് വരാം സാറേ. ഞാൻ പോയിട്ട് ഇരിക്കുന്നു. ഞാൻ പോയിട്ട് വരാം സാർ. ചേട്ടാ, വക്കീലിനെ കാണാൻ വേണ്ടി. അതെ അതെ. ഈ വക്കീലിന്റെ വാദം എങ്ങനെയുണ്ട്? ഇപ്പോൾ കുറവുണ്ടെന്നാണ് പറഞ്ഞത്. ചേട്ടൻ്റെ കേസ് എന്താ? പാടത്ത് വെള്ളടിച്ച കേസായിരുന്നു. ഓ, കൃഷിക്കാരല്ലേ? അല്ല. വിക്രമ വക്കീല. ഇന്ന് കക്ഷികൾ കൂടല, നല്ല തിരക്കുള്ള ദിവസമാണ്. അതൊരു സിമ്പിൾ കേസായിരുന്നത്. ഞാനത് വാദിച്ചു വന്നപ്പോൾ അത് വലിയ കേസായി. ഊരാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ആളൂരാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. എൻ്റെ അടുത്തേക്ക് വിളിക്കുന്നതിനാ ആളെ ഊരാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എന്നെ ഊരിയെടുക്കാൻ ഒരാൾ വേണം, അല്ലാണ്ട് അത് രക്ഷയില്ല. ഞാനപ്പോൾ നമ്മുടെ സീനിയർ വക്കീലിൻ്റെ അടുത്തേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സീനിയർ വക്കീലാകുമ്പോൾ ടിമീസ് ഇത്തിരി കൂടുതലാണ്. എന്നാലും നോക്ക്, ഇപ്പോൾ ഇവിടെ ഒരു കേസ് വന്നിട്ടുണ്ട്, ഞാൻ വിളിക്കാം. ശരി. മുത്തു, മറ്റാൾ പോയാൽ അത്
വന്ന കക്ഷികളെയൊന്നും വിടണ്ട, അവിടെ പിടിച്ചു നിർത്തി. ഞാനിപ്പോൾ ഇതൊന്നും കൂടി അറ്റൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് വരാം. സാർ 14-ാം തീയതി പറഞ്ഞാൽ 14-ാം തീയതി കേസ് 18-ാം തീയതിക്ക് മാറ്റി വെച്ചെന്ന് പറയാം കേട്ടോ. അന്ന് അപ്പൊ എന്താണ് വിക്രമൻ അത് മുത്തു പഴയ ആളാണ്, അത് മുത്തു, ഞാൻ വിക്രമൻ. അപ്പൊ വീട് ബാലരമ എന്നാണ് പേര്. തന്റെ പേരെന്താ? എൻ്റെ ഒരു രാജു. കല്യാണം കഴിച്ചാണോ? ആ, ഭാര്യയുടെ പേരെന്താ? രാധ. താനും ബാലരമയാണോ? മൊത്തൊരൊറ്റ കുടുംബമാണല്ലോ. ചേരേണ്ടവര് തമ്മിൽ ചേർന്നല്ലോ. ആ, അങ്ങനെ വന്നല്ലേ. എങ്ങനെ ഇവിടെ വന്നു? എന്താ കേസ്? എന്താ? ഞാനേ ഒരു കേസിൽ പെട്ടിരിക്കണേ. അപ്പൊ സാറൊന്ന് എന്നെ രക്ഷപ്പെടുത്തണം. അങ്ങനെ കാര്യങ്ങൾ വാ. സാറിനെ കുറിച്ച് അറിഞ്ഞപ്പോ സാറ് ഭയങ്കര വിക്രമനാന്ന് പറഞ്ഞു. വിക്രമൻ ഇവിടെ മാത്രമല്ല, കോടതി മുറിക്കുള്ളിലും വിക്രമൻ തന്നെയാണ്. ആണോ? അപ്പൊ അത് ഇങ്ങനെയെങ്കിലും ഒന്നും എനിക്കൊന്നും. എന്താണ് കേസ്? എന്താണ് അത് ഞാൻ പെട്ടുപോയതാണ് സാറേ. അടിയിടിയാണോ അല്ലെങ്കിൽ പിടിച്ചുപലിയാണോ മോഷണമാണോ? വേറൊന്നുമില്ല. ഇപ്പൊ വൈഫിനായിട്ട് ഞാൻ ചെറിയൊരു പിണക്കത്തിലായിരുന്നേ. അപ്പൊ വൈഫിനായിട്ട് പിണക്കത്തിലായത് കൊണ്ടിട്ട് ഞാൻ വൈഫിനായിട്ട് പിണങ്ങി ഒന്ന് വീട് വിട്ട് ഇറങ്ങി പോയി കളഞ്ഞു. ഒന്ന് അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇറങ്ങിയത്, ഭാര്യനെ. അപ്പൊ അന്വേഷിച്ച് നടക്കുമല്ല, നമുക്കൊരു വില ഉണ്ടാവുമല്ലോ. നടന്നാ? എന്നിട്ട് ഇല്ല, അന്വേഷിച്ച് നടന്നില്ല. അപ്പൊ ആങ്ങളമാരെ അന്വേഷിച്ച് നടക്കണേണ്. ആരാ? എന്നാ പറയാ, എന്താണ് കേസ്? അപ്പൊ ഞാൻ വൈഫ് വിട്ട് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ പോയി. ബസ് സ്റ്റാൻഡിൽ പോയി ഇങ്ങനെ നിൽക്കണേ, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല. നമ്മള് ഒരു ആവശ്യത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇറങ്ങണല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഞാനടുത്ത് മൂന്നാർ പോകാം. മൂന്നാർ നല്ല ബെസ്റ്റ് സ്ഥലം, കൂളിംഗ്. ഇപ്പോഴത്തെ ചൂടിനനുസരിച്ച് പോകാൻ പറ്റിയ സ്ഥലം ഒന്ന് ഊട്ടി, ഒന്ന് മൂന്നാർ. മൂന്നാർ പോകാന്ന് കാണാൻ പറ്റിയ എന്തോരം സ്ഥലമുള്ളൂ ഉണ്ടല്ലേ. അപ്പൊ ഞാൻ മൂന്നാർ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പുറകിൽ നിന്ന് ഒരു വിളി. ഭാര്യയല്ല, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. നിഷ. എന്നെ വിളിച്ചിട്ട് വണ്ടി പഠിച്ച എവിടാ? കോളേജിൽ പഠിച്ചാണ്. കോളേജിലൊക്കെ പോയിട്ടുണ്ട്. നിഷയല്ല താൻ? രാജു. ഞാൻ രാജു. കോളേജിൽ പോയിട്ടുണ്ട്. എന്നിട്ട് അപ്പൊ എന്നെ വിളിച്ചിങ്ങനെ പുറയുന്ന് വിളിച്ചിട്ട് പറഞ്ഞ എന്ത് അറിയോടാന്നൊക്കെ ചോദിച്ചു. ഞാനും ആകെ വെറുതെ ഇതായിപ്പോയി. ഇന്നെ അറിയോ എന്ന നല്ല കഥ അറിയില്ല പറഞ്ഞു പോയാൽ തീർന്ന്. അപ്പൊ എവിടെ പോണെന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ടൂർ പോണേന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് പിണങ്ങിയെന്ന് പറയണ്ടല്ലോ പറഞ്ഞു. ടൂർ പോണേണ്, ഒറ്റക്ക് പോണേണ്, മൂന്നാർ പോണേന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഞാനും മന്നെന്ന് പറഞ്ഞു. നിഷ കൊണ്ടുപോയി. ഒരു നമുക്ക് ഒരു കമ്പനി ആവുമല്ലോ. അതൊന്നുമില്ല, ഒന്നുമില്ല, മനസ്സിലായി. അങ്ങനെ ഞങ്ങള് ബസ്സിലേക്ക് പോയി. ബസ്സിൽ കയറി മൂന്നാർ പോയി. അപ്പൊ നമ്മുടെ കൊറേ നാൾക്ക് കാണണല്ലേ സാറേ. ഒരു സെക്കൻഡ് മുത്തോ, ഞാൻ വിളിക്കുമ്പോ വന്നാ മതി കേട്ടാ. ഓക്കെ. പറയും. അപ്പോ ഞങ്ങളങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് രാത്രിയായി. ഇരുട്ടിപ്പോയി. അവിടെ ചെന്ന് പിന്നെ ഭയങ്കര തണുപ്പാ. അവിടെ റൂമൊക്കെ എടുത്ത്. അപ്പൊ സിംഗിളായിട്ട് അവളാ? സിംഗിളായിട്ട് ഉണ്ടായിരുന്നുള്ള അവിടെ ഡബിള് ചോദിച്ച് സിംഗിൾ ഉണ്ടായുള്ളൂ. അപ്പൊ സിംഗിൾ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു മോള് അതിൻ്റെ ഉള്ളിൽ കിടന്നോളാൻ പറഞ്ഞു. സിംഗിളിന്റെ ഉള്ളിൽ? സിംഗിളിന്റെ ഉള്ളിലല്ല, ബെഡ്റൂമിൽ കിടന്നു. അകത്ത് കിടന്നോ, ഞാൻ പുറത്ത് കിടന്നോളാന്ന് പറഞ്ഞു. അത് മര്യാദ. എന്തിനാ മൂന്നാർ പോയി? അയ്യ അതല്ലല്ലോ, നമ്മളൊരു ഫ്രണ്ട് അല്ലേ സാറ് ഉദ്ദേശിക്കണ പോലെ തന്റെ കേസായിട്ട് എടുത്തിട്ട് ഇല്ല. അപ്പൊ ഞാൻ അതാ പറഞ്ഞ ഞാൻ പെട്ടുപോയതാണെന്ന് പറഞ്ഞാണ്. അപ്പൊ അവള് അകത്ത് കിടന്ന് ഞാൻ പുറത്ത് കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോ മൂന്നാറല്ലേ, തണുപ്പ് തുടങ്ങി. ഞാൻ ഉടുത്ത മുണ്ടൊക്കെ പുതച്ച് കിടന്നിട്ടും പിടിക്കാൻ പറ്റും. വെറുമുടി ഇട്ടുണ്ട് അടിയില്. തണുപ്പ് അങ്ങനെ മുണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ കിടന്നിട്ട് കിടക്കാൻ പറ്റല്ല, വിറക്കണം. തണുപ്പല്ലേന്ന് ഓർത്ത് ഞാൻ അകത്തേക്ക് കയറി കിടന്നു. വാതിലടച്ചിട്ടുണ്ടായില്ല, അവൾക്കൊരു പേടി ഉണ്ടായേ ഞാൻ പൊയ്ക്കളയെന്ന് ഓർത്തിട്ട്. അപ്പൊ എന്നെ നോക്കി ഇങ്ങനെ കിടക്കണായിരുന്നു. ഞാൻ ആ താഴ്ത്തു പോയി കിടന്നു. അല്ല, താഴ്ത്തു പോയി കിടന്നപ്പോ പുള്ളിക്കാരത്ത് പറഞ്ഞേ എന്തിനാ വെറുതെ താഴ്ത്തു കിടക്കണം, കയറി കിടന്നു കട്ടിലിന്റെ മുകളിൽ കിടക്കണം. നല്ല മനസ്സുള്ള നിശ്ചയ, നല്ല മനസ്സാ. അതാണ് ആ ഒരു കയറി കിടന്ന മാത്രമേ ഓർമ്മയുള്ളൂ. ഉറങ്ങിപ്പോയി? ഇല്ല, റെയ്ഡ് വന്നു. പുറകിന്ന് റെയ്ഡ് വന്നിട്ട് പറഞ്ഞ് ഞങ്ങളെ രണ്ടുപേരെയും പിടിച്ച്. ഇപ്പൊ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ മൂന്നാർ ഒന്നും കണ്ടില്ല, ഒരു സാധനവും കണ്ടില്ല? കുറെ സ്ഥലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കാണാനായിട്ട്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷെ ഞാൻ ഫാൻ മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ ഒന്ന് സാറൊന്ന് ഊരി തരണോ എങ്ങനെങ്കിലും. വീട്ടിലിറങ്ങിയ പ്രശ്നമോ അതാണ്. ഇതിപ്പോ പത്രത്തിൽ അങ്ങനെ ഒന്നും വന്നിട്ടില്ലല്ലോ? പത്രത്തിലൊന്നും വന്നിട്ടില്ലല്ലോ? പത്രത്തിൽ വന്നിട്ടില്ല. ഫോട്ടോ ഒക്കെ എടുത്ത് യൂട്യൂബർമാരുണ്ടല്ലോ കുറെ, അവരിങ്ങനെ കുറെ നടക്കണേ. ഒരു കാര്യം ഞാനൊരു ഡേറ്റ് അറിയിക്കാം. മതി, മുത്തൂനൊന്ന് കണ്ടിട്ട് പോട്ടാ. എന്താ വരാതിരിക്കരുതട്ടാ. ഇല്ല വരും. ബിന്ദുവിനെയും കൂട്ടിക്കോ. നോക്കട്ടെ, വിളിച്ചാ ബിന്ദുവാണോ അല്ലേ? ഇനി ഇടയിൽ ഇനി ടൂറിന് പോരുതട്ടാ. ഇല്ലില്ല, പോകില്ല. ഒരെണ്ണം നമ്മ തീർത്തിട്ട് പോയാൽ മതി കേട്ടാ. മുത്തു, അയാളുടെ എന്നാ നമ്പർ ഒന്ന് മേടിച്ചേക്കണേ. വരൂ. ആള് വന്നിട്ടുണ്ടോ? സംസാരിച്ചോ നിങ്ങൾ തമ്മിൽ? പിന്നെ എന്റെ പട്ടിയുണ്ട്, ഞാനൊന്നും ആണോ? ഇവരുടെ കക്ഷി അവിടെ വന്നിട്ടുണ്ടോ പുറത്ത്? നമ്മുടെ കക്ഷി പുറത്തിട്ടുണ്ട്. എന്നാ വിളിക്ക് പുള്ളിനെ. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇതുവരെ?
വക്കീലെ എന്നെ വിളിക്കണുണ്ട്, ഞാൻ പോണോ? ചെല്ലി വിളിക്കണമ്പോ അങ്ങോട്ട് ചെല്ലി. അല്ല അവരല്ല സാറേ, സാറിനാണ് അങ്ങോട്ട് വരും. എന്നെയാണോ? ഇവിടെ ഇരിക്കട്ടോ. അല്ല അതിനിപ്പം നമുക്ക് അധികം വെച്ച് നിൽക്കണ്ട. അങ്ങ് തീർത്തേക്കാം. നിങ്ങൾ തീർക്കാനല്ല, പിന്നെ കേസ് തീർക്കാൻ വേണ്ടി വന്നു. സാറിൻ്റെ ഒരു കാര്യം ഇവിടെ ഞങ്ങൾ പേഴ്സണലായിട്ട് കാര്യം സംസാരിച്ച കേസ് കൊടുത്തേ. ഞാൻ വിചാരിച്ചു എന്നെ തീർക്കണ കാര്യമല്ല. ചില കക്ഷികൾ ഇങ്ങനെ വാദിച്ച് പ്രതിയാകുമ്പോ വന്ന് ബഹളം ഉണ്ടാക്കാറുണ്ട്. വാദിച്ചവരെല്ലാം അകത്താണല്ലോ. ആരുമില്ല, ഇതുവരെ പുറത്തിറക്കിയിട്ടില്ലല്ലോ. ഞാനില്ലേ, അതിനുള്ള യോഗയില്ലല്ലോ. എന്ന് പറഞ്ഞാൽ 18 വർഷമായി. ജീവനാംശം കൊടുക്കാമെന്ന് കിട്ടും കൊച്ചിനെ. അവിടെ കൊച്ചിനെ ജീവനാംശം കൊടുക്കാണ്ട് 18 വർഷം മുടങ്ങാതെ കൊടുക്കണം കേട്ടല്ലോ. എന്നെ ജയിപ്പിക്കാൻ വേണ്ടി, എനിക്ക് ജയിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പൈസ വന്നിട്ട് കേസ് വായിച്ചിട്ട് അവർക്ക് അവസാനം വിധി വന്നു അനുകൂലമായിട്ട്. അറിയാലോ, ഞാൻ തൊണ്ട കീറി അവിടെ കിടന്ന് വാദിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ കണ്ട അത് വിട്ട് അവിടെ കിടന്ന് വെള്ളം കുടിക്കണൊക്കെ ഞാൻ കണ്ട്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചിന്റെയും തള്ളയുടെയും ബാധ്യത കോടതിയെ നിൽക്കുള്ളൂ. അവർക്ക് ചെലവിന് കൊടുക്കണമല്ലോ. അല്ല വായിച്ചു കയ്യിൽ നിന്ന് പോയിട്ടല്ല. അല്ലല്ല, പിന്നെ ഞാൻ വിട്ടു കൊടുത്തു. അതുകൊണ്ട് പോട്ടെ. എന്റെ രക്തത്തിൽ പറഞ്ഞൊരു സംഭവമല്ലേ. ചെലവിന് കൊടുക്കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും മുടങ്ങാതെ കൊടുത്തല്ല. 3000 രൂപയുടെ കേസല്ലേ. പിന്നെ ഇന്ന് 18 വയസ്സായി കൊച്ചിന്. 18 വയസ്സായി. അത് ശരി. അപ്പൊ ഇന്നത്തെ കൊണ്ട് ഈ പരിപാടി അങ്ങ് നിർത്തും. ഇനി ജീവനാംശം കൊടുക്കണ്ട. കോടതി വിധി തീർന്നു. കോടതി പറഞ്ഞേക്കണത് കൊച്ചിന് 18 വയസ്സാകണവരെ കൊടുക്കണമെന്നാണ്. ആ 18 വയസ്സ് വരെ കൊടുത്താ 18 വയസ്സിൽ കൊടുത്തു. നിങ്ങളാണ് ഉത്തമ പുരുഷൻ. ചിലരൊന്നും മുടക്കി കളയാറുണ്ട്. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നെന്നറിയാം. ഇത് ഏതായാലും ഈ കേസ് വായിച്ച് കോളാക്കിയത് നിങ്ങളാണല്ലോ. ഞാൻ ഇത്രയും വർഷം കൊടുത്തല്ലോ കാശ്. അപ്പൊ അവസാനത്തെ തുക അത് വക്കീൽ തന്നെ നിങ്ങൾ കൊടുത്താ? ഇല്ലല്ല, അതല്ല നിങ്ങളുടെ കൈ കൊണ്ട്. അല്ല, നിങ്ങൾ ഇതുവരെ കൊടുത്തില്ല, ഇതും കൂടി കൊടുത്തേ. ഒരു തൃപ്തിക്ക് വേണ്ടിട്ട് വക്കീൽ ഇത് കൊടുക്കണം. ഞാൻ കൊടുക്കും. കൊടുത്തോ? 3000 രൂപ. ഈ പൈസ കൊടുക്കുമ്പോൾ അവളോട് പറയണം കാര്യം. ഇനി ഇതുപോലെ പൈസയുടെ ഇടപാടില്ല, ഇത് ഇന്നത്തോടു കൂടി തീർന്നു, കാരണം കൊച്ചിന് 18 വയസ്സായി. ഇനി ഇത് പ്രതീക്ഷിച്ച് നിൽക്കരുത് എന്നും പറഞ്ഞ് ഈ കാശ് 3000 രൂപ എണ്ണി കൊടുക്കുമ്പോൾ അവിടെ മുഖത്തൊരു മ്ലാനതയുണ്ടാവും, ഒരു മ്ലേച്ഛത, ഒരു ചമ്മല്. പിന്നെ ഈ കാശ് മേടിച്ചിട്ട് ഇനി കിട്ടില്ലല്ലോ എന്ന് ഓർത്ത് നോക്കുമ്പോൾ 2 തുള്ളി കണ്ണീര് വന്ന് പോകും. വരുമല്ലോ, ഉറപ്പല്ലേ. അവളെ കരയണ കണ്ടിട്ട് അവളൊരു ഫോട്ടോ മൊബൈലിൽ എടുക്കണം. കരയണ ഫോട്ടോ അതെനിക്ക് അയച്ചു തന്നെ. അവള് കരയണ കണ്ടിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം. ഇത്ര നാൾ തന്നെ ഞാൻ മറന്നിട്ടില്ല. വീണ്ടും ഉള്ളതുകൊണ്ട് അത്ര ഉണ്ടാവുള്ളൂ. 3000 ഉണ്ട്. കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ സാധനം മറക്കരുത്. ഫോട്ടോ ഇവിടെ ഉണ്ടാവും കേട്ടോ. മുത്തു അവരേക്ക് വിളിച്ച് വരൂ. പിന്നെ നിങ്ങളുടെ മുൻ ഭർത്താവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പൈസ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അടുത്ത് തരാൻ പറഞ്ഞു. കൊച്ചിന് 18 വയസ്സാകുന്നത് വരെയും ചെലവിന് കൊടുക്കണമെന്നാണല്ലോ കോടതി എന്ന് പറഞ്ഞത്. ഹലോ വക്കീലെ, എനിക്കത് എപ്പോഴും അക്കൗണ്ടിൽ തന്നെ. അത് ഇത്തവണ ഏൽപ്പിക്കാൻ കാര്യം പുള്ളിയുടെ വക്കീലായിരുന്നല്ലോ ഞാൻ. വാദിച്ച് വന്നപ്പോഴല്ലേ പുള്ളി തോറ്റ് നിങ്ങളെ ജയിച്ചത്. അപ്പോൾ ആ പൈസ എന്നെ കൊണ്ട് തന്നെ നിങ്ങളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഒന്നാ പാവം തിന്നാ തരട്ടെ. അപ്പോൾ അതങ്ങോട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. അതങ്ങോട്ട് എണ്ണി തരികയാണ് കേട്ടോ. ഇത് കൈനീട്ടി അങ്ങോട്ട് വാങ്ങിക്കുക. അപ്പോൾ ഇത് കയ്യിൽ വെച്ചേക്കും. പിന്നെ ഇത് തരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാര്യം ഇത് അവസാനത്തെ പൈസയാണല്ലോ. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കൊച്ചിന് 18 വയസ്സായില്ലേ, ഇനി ചെലവിന് കയറണ്ടല്ല. അപ്പം ഇനി ഈ പൈസ പ്രതീക്ഷിക്കരുത്, ഇങ്ങനെ തരാൻ ഒരാളില്ല എന്ന് കരയേണ്ട കരച്ചിലാണല്ലേ. എന്തൊരു കാര്യം ചെയ്യാം, ഒരു ഫോട്ടോ എടുത്തേക്കാം. അല്ല ഒന്നും ഇപ്പോഴത്തെ കരച്ചിലൊന്നും തോന്നാൻ കഴിഞ്ഞാൽ വലിയ ഉപകാരം വരുന്നു. പിന്നെ എന്ത് വേണം? ഇനി ഈ പൈസ തരാൻ അങ്ങേരെ ഉണ്ടാവില്ല. ഈ പൈസ പ്രതീക്ഷിച്ച് നിങ്ങൾ നിൽക്കരുത്. ഇത് അവസാനത്തെ പൈസയാണ്. മതി. അല്ല, ഇത് പുള്ളിക്ക് അഴിച്ചു കൊടുക്കാനാണ്. കാര്യം ഈ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു കുണ്ഠിത ഭാവം ഉണ്ടാകുമെന്നും കണ്ണി കൂടി പൊന്നിച്ച് പിറക്കുമെന്നും കണ്ണി കൂടി കണ്ണുനീർ ധാരയായിട്ട് ഒഴുകുമെന്നും പുള്ളിക്കറിയാം. അപ്പൊ ആ ഫോട്ടോ പുള്ളിക്കൊന്ന് വേണം. പുള്ളിക്കൊന്ന് പൊട്ടിച്ചിരിക്കാനാ. അപ്പൊ ഞാൻ കൊടുത്തിട്ട് വരാം. ഒരു കാര്യം പുള്ളിയോടും കൂടെ ഒന്ന് പറയണം. എന്താണ്? ഇത്രയും വർഷം ഈ ജീവനാംശം കുഞ്ഞിന് 18 വയസ്സാകുന്നവരെ തന്നതിൽ എനിക്ക് എന്റെ നന്ദിയും സ്നേഹവും കടപ്പാടും എല്ലാം ഉണ്ടെന്ന് പുള്ളിയോട് പറയണം. അത് പിന്നെ പറയാതിരിക്കുവാ ഞാൻ. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ, ഈ 18 വയസ്സ് വരെ ഇങ്ങേരി ചെലവിന് കൊടുത്ത കൊച്ചെ പുള്ളിയുടെതല്ലെന്നുള്ള കാര്യം കൂടെ പുള്ളിയോടൊന്ന് പറഞ്ഞേക്കും. അത് കേൾക്കുമ്പോ ഇതുപോലെ അങ്ങേരൊന്നും ഞെട്ടും, പിന്നൊന്ന് കരയും. ആ കരയണ ഫോട്ടോ എനിക്കും കൂടെ ഒന്ന് എടുത്തു തരണേ. അതെന്തിനാ? അത് കണ്ടിട്ട് എനിക്കും ഒന്ന് ചിരിക്കാനാ.